ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 7-ലെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന ചാപ്റ്ററിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ സോൾവ് ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. എങ്ങനെയാണ് ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻട്രഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഓരോ പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് ചെയ്യാം. എക്സ്പ്രസ് 256 ആസ് എ പവർ ഓഫ് 2. അപ്പോൾ ഇവിടെ നമുക്ക് 256-നെ 2-ൻ്റെ പവറായിട്ടാണ് എഴുതേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 256 ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 256 ഈവൻ നമ്പറാണ്. നമുക്ക് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തുടങ്ങാം. 2-ൽ 2 1 ടൈം, 5-ൽ 2 2 ടൈംസ്, 1 ബാലൻസ്, 16-ൽ 2 8 ടൈംസ്, 8 2s are 16. ഇനി നമുക്ക് വീണ്ടും 2 ആയിട്ട് തന്നെ ചെയ്യാം. 12-ൽ 2 6 ടൈംസ്, 8-ൽ 2 4 ടൈംസ്. വീണ്ടും 2 ആയിട്ട് തന്നെ ചെയ്യാം. 6-ൽ 2 3 ടൈംസ്, 4-ൽ 2 2 ടൈംസ്. വീണ്ടും 2 തന്നെ. ഈവൻ നമ്പർ ആയതുകൊണ്ട് നമ്മൾ 2 തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. 3-ൽ 2 1 ടൈം, 1 ബാലൻസ്, 12-ൽ 2 6 ടൈംസ്, 16-ൽ 2 8 ടൈംസ്, 8-ൽ 2 4 ടൈംസ്, 4-ൽ 2 2 ടൈംസ്, 2-ൽ 2 1 ടൈം. അപ്പോൾ നമുക്ക് എത്ര 2 ആണ് കിട്ടിയിട്ടുള്ളത് അതിവിടെ എഴുതി കൊടുക്കാം. 256 ഈക്വൽസ് ടു 1 2 3 4 5 6 7 8 അല്ലേ. 8 2s ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. നമുക്ക് 2⁸ എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഈസ് ഗ്രേറ്റർ, 2⁵3 ഓർ 3⁵2? നമുക്ക് ചെയ്ത് നോക്കാം. 2⁵3 ഈക്വൽസ് ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2. 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8. അതിവിടെ എഴുതാം. 3⁵2 നോക്കാം. നമുക്ക് 3 2 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം. 3 ഇൻറ്റു 3 ഈക്വൽസ് ടു 9. അപ്പോൾ നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. സിൻസ് 9 ഈസ് ഗ്രേറ്റർ ദാൻ 8, സോ 3⁵2 ഈസ് ഗ്രേറ്റർ ദാൻ 2⁵3. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം നമുക്ക്. വിച്ച് വൺ ഈസ് ഗ്രേറ്റർ, 8² ഓർ 2⁵8? നോക്കാലോ. 8² എഴുതി, 8 2 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം. 8 ഇൻറ്റു 8 ഈസ് 64. 2⁵8 നോക്കാം. 2⁵8 ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. 256 അല്ലേ. 8 ടൈംസ് 2 എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 256 ആണ്. നമുക്കത് എഴുതാം. അപ്പോൾ നമ്മുടെ ആൻസർ സിൻസ് 256 ഈസ് ഗ്രേറ്റർ ദാൻ 64, സോ 2⁵8 ഈസ് ഗ്രേറ്റർ ദാൻ 8⁵2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രസ് ദ ഫോളോയിങ് നമ്പേഴ്സ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ്. ഇവിടെ തന്നിട്ടുള്ള ഈ നമ്പേഴ്സൊക്കെ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് പ്രൈം ഫാക്ടറായിട്ട് എഴുതണം. അതിനുവേണ്ടി നമുക്ക് ഓരോന്നും ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 72 ഫാക്ടറൈസ് ചെയ്യാം. 2 ആയിട്ട്, 7-ൽ 2 3 ടൈംസ്, 3 2s are 6, 1 ബാലൻസ് ഈസ് ദർ, 12-ൽ 2 6 ടൈംസ്. വീണ്ടും ഈവൻ നമ്പറാണ്. 2 ആയിട്ട് തന്നെ ചെയ്യാം. 3-ൽ 2 1 ടൈം, 1 ബാലൻസ്, 16-ൽ 2 8 ടൈംസ്. ഇനിയും 2 ആയിട്ട് തന്നെ ചെയ്യാം. 18-ൽ 2 9 ടൈംസ്. ഇനി നമുക്ക് 2 ആയിട്ട് പറ്റില്ല. 3 ആയിട്ട് ചെയ്യാം. 9-ൽ 3 3 ടൈംസ്, 3-ൽ 3 1 ടൈം. 72 എന്ന നമ്പറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ നമുക്ക് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് നോക്കാം ഇവിടെ എത്ര 2s ഉണ്ട്. 1 2 3. അപ്പോൾ 2⁵3 എന്ന് എഴുതാം. 2 3s ഉണ്ട് അല്ലേ. 3² എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ റിക്വയർഡ് ആൻസർ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 432. 2 ആയിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക്. 4-ൽ 2 2 ടൈംസ്, 3-ൽ 2 1 ടൈം, 1 ബാലൻസ്, 12-ൽ 2 6 ടൈംസ്. ഇനിയും 2 ആയിട്ട് തന്നെ ചെയ്യാം. 2-ൽ 2 1 ടൈം, 1-ൽ 2 ഇല്ല, അപ്പോൾ ഇവിടെ 0 കൊടുക്കാം. 16-ൽ 2 8 ടൈംസ്. മനസ്സിലായല്ലോ? 1-ൽ 2 ഇല്ലാത്തത് കൊണ്ട് ഇവിടെ 0 കൊടുത്തു. എന്നിട്ട് 1ഉം 6ഉം കൂടി കൺസിഡർ ചെയ്തു. 16 ആക്കി. 16-ൽ 2 8 ടൈംസ് ആണെന്ന് എഴുതി. ഇനി നമുക്ക് 2 ആയിട്ട് തന്നെ ചെയ്യാം. 10-ൽ 2 5 ടൈംസ്, 8-ൽ 2 4 ടൈംസ്. വീണ്ടും 2
5ൽ 2 2 ടൈംസ് 1 ബാലൻസ് 14ൽ 2 7 ടൈംസ്. ഇനി നമുക്ക് 3 ആയിട്ട് ചെയ്യാം. 27ൽ 3 9 ടൈംസ്. 9ൽ 3 3 ടൈംസ്. 3ൽ 3 1 ടൈം. 432. എത്ര ടൂസ് ഉണ്ടായിരുന്നു ഇവിടെ? 1 2 3 4. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ത്രീസ്. 3 ഇൻറ്റു 3 ഇൻറ്റു 3. അപ്പോൾ ഇതിനെ നമുക്ക് പവേഴ്സാക്കി എഴുതുമ്പോൾ 1 2 3 4 2 റേസ് ടു 4 ഇൻറ്റു 1 2 3 3 റേസ് ടു 3. അടുത്തത് 1000 നമുക്ക് പ്രോഡക്റ്റോ പവേഴ്സോ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം. അതിന് 1000 ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ ഇത് ഈവൻ നമ്പറാണ്, നമുക്ക് 2 ആയിട്ട് ചെയ്യാം. 10ൽ 2 5 ടൈംസ്. ഈ 2 സീറോസ് അങ്ങോട്ട് താഴോട്ട് എഴുതാം. വീണ്ടും നമുക്ക് 5ൽ 2 നോക്കാം. 5ൽ 2 2 ടൈംസ് ആണുള്ളത്. 1 ബാലൻസ്. 10ൽ 2 5 ടൈംസ്. പിന്നെ ഈ 0 താഴോട്ട് എഴുതാം. വീണ്ടും നമുക്ക് 2 ആയിട്ട് തന്നെ ചെയ്യാം. 2ൽ 2 1 ടൈം. 5ൽ 2 2 ടൈംസ്. 1 ബാലൻസ്. 10ൽ 2 5 ടൈംസ്. ഇനി 2 ആയിട്ട് പറ്റില്ല. അപ്പോൾ ഇനി 3 ആയിട്ട് പറ്റുമെന്ന് നോക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഇതിലെ ഡിജിറ്റ്സ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. അത് ആഡ് ചെയ്തിട്ട് സം കിട്ടുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് 3 ആയിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ 3 ആയിട്ട് പറ്റില്ല. അപ്പോൾ 1 + 2 3 3 + 5 8 ആണ്. 8 3യുടെ ടേബിളിലില്ലല്ലോ. അപ്പോൾ അത് 3യുടെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് 3 കൊണ്ട് പറ്റില്ല. പിന്നെ അടുത്തത് നമുക്ക് 4 നോക്കാം. 4 ആവണമെങ്കിൽ ഈ നമ്പർ ഈവൻ നമ്പർ ആവണം. ഇത് ഈവൻ അല്ല, ഇത് ഓഡ് നമ്പർ ആണല്ലോ. അതുകൊണ്ട് 4 ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്ക് 5 നോക്കാം. ലാസ്റ്റിൽ 5 അല്ലെങ്കിൽ 0 വന്നാൽ മതിയല്ലോ. ഇതിന് 5 ആണല്ലോ. അപ്പോൾ 12ൽ 5 2 ടൈംസ്. 2 ബാലൻസ്. 25ൽ 5 5 ടൈംസ്. വീണ്ടും നമുക്ക് 5 ആയിട്ട് തന്നെ ചെയ്യാം. 25ൽ 5 5 ടൈംസ്. വീണ്ടും നമുക്ക് 5 ആയിട്ട്. 5ൽ 5 1 ടൈം. ഇനി ഇത് നമുക്ക് ഇങ്ങനെ എഴുതാലോ. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5. എത്ര 2 ഉണ്ടായിരുന്നു ഇവിടെ? 1 2 3. അപ്പോൾ 2 റേസ് ടു 3 ഇൻറ്റു 1 2 3 5 അല്ലേ? 5 റേസ് ടു 3. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അടുത്തത് 16,000. നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. ഈവൻ നമ്പറാണ്. 2 ആയിട്ട് തന്നെ ചെയ്യാം. 16 ഡിവൈഡഡ് ബൈ 2 അത് 8 ആണ്. 16ൽ 8 ടൂസ് ആണുള്ളത്. പിന്നെ 3 സീറോസ് താഴോട്ട് എഴുതുന്നു. വീണ്ടും നമുക്ക് 2 ആയിട്ട് തന്നെ ചെയ്യാം. 8ൽ 2 4 ടൈംസ്. 0 0 0 വീണ്ടും എഴുതി. ഇനി നമുക്ക് 2 ആയിട്ട് തന്നെ ചെയ്യാം. 4ൽ 2 2 ടൈംസ്. വീണ്ടും നമ്മൾ ഈ സീറോസ് താഴോട്ട് എഴുതി. ഇനി നമുക്ക് 2 ആയിട്ട് തന്നെ ചെയ്യാം. 2ൽ 2 1 ടൈം. ഈ സീറോസ് ഇങ്ങോട്ട് എഴുതാം. 1000 ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് 2 ആയിട്ട് തന്നെ ചെയ്യാം. 10ൽ 2 5 ടൈംസ്. ഈ 2 സീറോസ് ഇങ്ങോട്ട് എഴുതാം. വീണ്ടും 2 ആയിട്ട് തന്നെ ചെയ്യാം. 5ൽ 2 2 ടൈംസ്. 1 ബാലൻസ്. 10ൽ 2 5 ടൈംസ്. ഈ 0 അങ്ങോട്ട് എഴുതാം. വീണ്ടും നമുക്ക് 2 ആയിട്ട് തന്നെ ചെയ്യാം. 2ൽ 2 1 ടൈം. 5ൽ 2 2 ടൈംസ്. 1 ബാലൻസ്. 10ൽ 2 5 ടൈംസ്. ഇനി നമുക്ക് 5 ആയിട്ട് ചെയ്യാം. 12ൽ 5 2 ടൈംസ്. 2 ബാലൻസ്. 25ൽ 5 5 ടൈംസ്. വീണ്ടും 5 ആയിട്ട് തന്നെ ചെയ്യാം. 25ൽ 5 5 ടൈംസ്. വീണ്ടും 5 1. ഇതെല്ലാം നമുക്ക് ഇങ്ങോട്ട് എഴുതാം. 1 2 3 4 5 6 7 ടൂസ് ഉണ്ട് അല്ലേ? ഇവിടെ 1 2 3 5s ഉണ്ട്. അപ്പോൾ 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് എഴുതാം. ഇവിടെ 7 ടൂസ് ആണല്ലോ. 2 റേസ് ടു 7 ഇൻറ്റു 5 റേസ് ടു 3 എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. നമുക്ക് ഏത് നമ്പർ കിട്ടിക്കഴിഞ്ഞാലും ഇതുപോലെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തിട്ട് പ്രോഡക്റ്റോ പവേഴ്സോ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. 1 റേസ് ടു 5 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 1 നമ്മൾ 5 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ്. അപ്പോൾ 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 1 എത്രയാണ് വരിക? എത്ര തവണ 1 എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ 1 തന്നെ ആയിരിക്കും അല്ലേ? ഒരു മാറ്റമല്ല. 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെയാണ്. അടുത്തത് നോക്കാം നമുക്ക്. -1 റേസ് ടു 3.
നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് നമ്പറിൻ്റെ പവർ ഓഡ് നമ്പറായിട്ടാണ് വരുന്നതെങ്കിൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും, ഈവൻ നമ്പറായിട്ടാണ് വരുന്നതെങ്കിൽ ആൻസർ പോസിറ്റീവ് ആവും എന്നൊക്കെ ഇൻട്രഡക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണേ. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. -1 ഇൻറ്റു -1 ഇൻറ്റു -1. ഇവിടെ നോക്കാം -1 ഇൻറ്റു -1. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവാണ്. 1 ഇൻറ്റു 1 1 തന്നെ, ഇൻറ്റു -1 കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കൂ, +1 ആണ് ഇവിടെ ഉള്ളത്, ഇൻറ്റു -1. പോസിറ്റീവും നെഗറ്റീവും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവാണ്. 1 ഇൻറ്റു 1 1 തന്നെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയല്ലേ ഇവിടെ കാര്യങ്ങൾ വന്നത്. ഇവിടെ പവർ ഓഡ് നമ്പർ ആയിരുന്നു, അപ്പോൾ ആൻസർ എന്ത് വന്നു? നെഗറ്റീവായിട്ടുള്ള ആൻസർ വന്നു. അടുത്തത് നോക്കാം നമുക്ക്. -1⁴ ആണ്. നോക്കൂ, ഇതുപോലെ എഴുതി തന്നെ നോക്കാം നമുക്ക്. പക്ഷെ ആദ്യം തന്നെ ഇങ്ങോട്ട് നോക്കൂ, പവർ വന്നിട്ടുള്ളത് ഈവൻ ആണ്. നെഗറ്റീവ് നമ്പറിൻ്റെ പവർ ഈവൻ നമ്പർ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് പോസിറ്റീവ് ആൻസർ ആയിരിക്കും. അതുപോലെ തന്നെ 1 എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ 1 തന്നെ ആയിരിക്കും. നമുക്കൊന്ന് നോക്കാം. -1 ഇൻറ്റു -1 ഇൻറ്റു -1 ഇൻറ്റു -1 4 ടൈംസ് എഴുതിയിട്ടുണ്ടല്ലോ. ഇനി നോക്കാം. -1 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ +1 ആണല്ലോ, ഇൻറ്റു -1 ഇൻറ്റു -1 അതും +1 തന്നെ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? 1 ഇൻറ്റു 1 1 തന്നെ, പോസിറ്റീവ് ആൻസർ തന്നെ കിട്ടിയത് കണ്ടല്ലോ. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഓഡ് നമ്പർ ആയിരുന്നു പവർ, അതുകൊണ്ട് നമ്മുടെ ആൻസർ -1 ആയി. ഇവിടെ പവർ ഈവൻ നമ്പർ ആയതുകൊണ്ട് നമ്മുടെ ആൻസർ പോസിറ്റീവ് ആൻസർ തന്നെ ആയി. അടുത്തത് നോക്കൂ. -10⁻3. നെഗറ്റീവ് നമ്പറിൻ്റെ പവർ ഓഡ് നമ്പറാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ നെഗറ്റീവ് ആവും എന്ന് നമ്മൾ തീരുമാനിച്ചു. ഇനി നമുക്ക് ഈ 10 മൾട്ടിപ്ലൈ ചെയ്യല്ലേ വേണ്ടത്. അപ്പോൾ -10 ഇൻറ്റു -10 ഇൻറ്റു -10. -10 ഇൻറ്റു -10 +100 ആയിരിക്കും അല്ലേ, ഇൻറ്റു ഒരു -10 കൂടെ ഉണ്ട്, അത് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. അപ്പോൾ എന്തുണ്ടാവുക? പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവാണ്. ഇനി 100 ഇൻറ്റു 10 എന്താ? 100 എഴുതിയിട്ട് ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ മതിയല്ലോ. 1000 ആണ് അല്ലേ. ആൻസർ കണ്ടില്ലേ, ഇവിടെ ഓഡ് നമ്പർ ആയതുകൊണ്ട് ആൻസർ നെഗറ്റീവായി. ഇനി നോക്കാം നമുക്ക് അടുത്തത് ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ. -5⁴. നോക്കൂ, നെഗറ്റീവ് നമ്പറാണ്, പക്ഷെ അതിൻ്റെ പവർ ഈവൻ ആയതുകൊണ്ട് ആൻസർ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. -5 ഇൻറ്റു -5 ഇൻറ്റു -5 ഇൻറ്റു -5. -5 ഇൻറ്റു -5 രണ്ടും നെഗറ്റീവാണ്, അപ്പോൾ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. 5 ഇൻറ്റു 5 25 ഇൻറ്റു -5 ഇൻറ്റു -5 ഈസ് പോസിറ്റീവ് 25. ഇനി 25 ഇൻറ്റു 25 എത്രയാണെന്ന് നോക്കാം നമുക്ക്. 25 ഇൻറ്റു 25. 5 into 5 is 25, 5 here, 2 up. 2 into 5 is 10, 10 plus 2 is 12. Ini 2 into 5 is 10, 0 here, 1 up. 2 into 2 is 4, 4 plus 1 is 5. 5 plus 0, 5 ആണ്. 2 plus 0 is 2, 1 plus 5 is 6. അപ്പോൾ നമുക്ക് കിട്ടിയത് 625 എന്നാണ്. സൈൻ ആണെങ്കിലും രണ്ടും പോസിറ്റീവ് ആയിരുന്നു, അതുകൊണ്ട് സൈൻ പോസിറ്റീവ് തന്നെയാണ് അല്ലേ. നമ്മളിവിടെ പ്രത്യേകമായിട്ട് പോസിറ്റീവ് എന്ന് എഴുതേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെയൊക്കെ എഴുതിയത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ എഴുതേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതുവരെ ചെയ്ത എല്ലാ സൊല്യൂഷൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻട്രഡക്ഷൻ ഒന്നുകൂടെ കാണണം, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആവും. ഇപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള 6 എക്സാമ്പിൾസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇനിയും ഒരു 6 എക്സാമ്പിൾസും കൂടി ഉണ്ട്. മൊത്തം 12 എക്സാമ്പിൾസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പോൾ ഇനി അടുത്ത 6 ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എല്ലാവരുടെ അടുത്തും നമ്മുടെ വീഡിയോയെ കുറിച്ചൊക്കെ ഒന്ന് പറയണേ കൂട്ടുകാരെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.